ഹെവി ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞാൽ ഒരുത്തരും നാളെ പണി കിട്ടത്തില്ല. ഒരുത്തരും ഒരു വണ്ടി ഒരു ബസ് നാളെ ഓടിക്കാൻ തരുമോ? ലൈസൻസ് ഉണ്ടോ മോനെ എനിക്ക് സൗണ്ട് കേട്ടാ ഈ ബസ് ഓടിച്ചോ? അങ്ങനെ ഒരിക്കലും പറയത്തില്ല. ഈ ലോറി ഓടിച്ചോ ആരും പറയത്തില്ല. ഇപ്പൊ പ്രാക്ടീസ് കാണും. പ്രാക്ടീസ് ഇല്ലാതെ ഒരു കളി നടക്കുമല്ലോ കേട്ടോ, പ്രത്യേകിച്ച് ഹെവി വണ്ടി. നമ്മുടെ സുഹൃത്ത് അതുപോലെ ലൈസൻസ് എടുത്ത് വെച്ചിട്ട് കമ്പനി വണ്ടി ഓടിക്കാൻ ചെയ്യുന്നു. ഈ കമ്പി സിമെന്റിന്റെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലെ ഇതില്ലേ കോൺക്രീറ്റിന്റെ കമ്പി കൊണ്ടുവന്ന വണ്ടിയായിരുന്നു. പുള്ളി ഏതാണ്ട് കയറ്റത്തെ എളിമയോടെ താഴ്മയോടെ സംസാരിക്കുക. എളിമയുള്ളിടത്ത് മാത്രമേ വിജയം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ ചുമ്മാ ലൈസൻസും വെച്ച് കയറി ഇരുന്ന ആരും നമുക്ക് പണി വിളിച്ച് തരത്തില്ല. നമ്മുടെ നാട്ടിലൊന്നും ആദ്യം ലൈസൻസ് എന്ന് പറഞ്ഞാൽ ആരും വണ്ടിയെ പണി തരത്തില്ല. ഒന്നാമത് ഈ സാധനം കൊണ്ട് ലൈസൻസ് ഉണ്ടോ പുതിയതായിട്ടൊരു പയ്യനാണ്, അവന് കയറി ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ ആലോചിച്ചേക്ക് ഇത് ആര് ഉത്തരവാദിത്വം പറയും? ഒരു അപകടം ഉണ്ടാക്കിയാല് ഒരു ബസ് അല്ലെങ്കിൽ ഇത്രയും വലിയ വണ്ടി ആ നാരങ്ങയിൽ അടവെച്ച് നിന്നു എന്ന് നീ വല്ല പൊട്ടന്മാരോടും പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു നമ്മള് നാരങ്ങ വെച്ച് ഒരു ലോറി എന്ത് വണ്ടി ആയിക്കോട്ടെ ഓടിക്കാൻ കൊടുത്തിട്ട് ഇവൻ 4 പേർക്ക് ഇടിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി? കഥ എവിടെ പോയി? ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമൻറ്റ് സെക്ഷനിൽ വന്ന കുറച്ച് ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ ഏകദേശം ഒരു 500 വീഡിയോയോളം ചെയ്തിട്ടുണ്ട് വാഹന സംബന്ധമായിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ കമൻറ്റ് ഒരു ദിവസം ഒരു 2 കമൻറ്റ് വെച്ച ഒരു വീഡിയോയിൽ നിന്ന് വന്നെന്ന് പറഞ്ഞാൽ പോലും നമുക്ക് അതിനുള്ള മറുപടി കൊടുക്കാനുള്ള സമയം ഉണ്ടാകത്തില്ല. മാത്രമല്ല കമൻറ്റുകളിലൊക്കെ മറുപടി എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും കുറച്ച് പ്രായോഗികമായിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പോൾ അതിന് നമുക്ക് 1-2 കമൻറ്റുകൾ നമ്മൾ ഈ ഏറ്റവും അടുത്തായിട്ട് വന്ന കുറച്ച് കമൻറ്റുകളൊക്കെ എടുത്തിട്ട് അതിൻ്റെ മറുപടികൾ പറയുന്നതാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ അതാണ് ടോപ്പിക്ക്. അപ്പോൾ നമ്മുടെ ഡാനി കമൻറ്റുകളൊക്കെ വായിക്കുന്നതാണ്. വായിച്ചോടാ. നമ്മുടെ ആദ്യത്തെ കമൻറ്റ് വായിച്ചോ. ആദ്യത്തെ കമന്റ് ടെക് ഗെയിമിംഗ് അങ്ങനെയാണ് അതിന്റെ ചാനലിന്റെ പേരിട്ടിരിക്കുന്നത്. ഇട്ടിരിക്കുന്ന കമന്റ് ഇങ്ങനെയാണ്: ഈ 15 ടണ്ണ് ലോഡ് കയറ്റിയ വണ്ടി ഹാൻഡ് ബ്രേക്കിൽ മാത്രമായിട്ട് കയറ്റത്ത് നിർത്തിയാൽ ഇറങ്ങി വരുമോ പുറകോട്ട്? 15 ടണ്ണ് ലോഡ് കയറ്റിയ വണ്ടി, അതായത് ലോഡും വണ്ടി, അത് ഹാൻഡ് ബ്രേക്കിൽ മാത്രമായിട്ട് നമ്മൾ കയറ്റത്ത് നിർത്തിയാൽ ഇറങ്ങി വരുമോ പുറകോട്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സേഫ് ആയിട്ടുള്ള ഒരു രീതിയല്ല അല്ലേ? അത് നമ്മുടെ അനുഭവത്തിൽ തന്നെ നമുക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള ഞങ്ങളുടെ പാറമടയിൽ ഇതുപോലെ ലോഡ് കയറ്റിയിട്ടപ്പോൾ ലോഡുമായിട്ട് ഹാൻഡ് ബ്രേക്ക് മാത്രം ഇട്ടച്ച് ഗിയർ ഇടാതെ ഇട്ട വണ്ടി ഇറങ്ങി പോകുന്നുണ്ട്. നമ്മുടെ ഹാൻഡ് ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് എന്നാണ് യഥാർത്ഥത്തിൽ പറയേണ്ടത്. പാർക്ക് ചെയ്തിടുമ്പോൾ ഉള്ള ബ്രേക്ക്, അത് അതിന് ലോഡ് താങ്ങുന്നുള്ള കപ്പാസിറ്റി ഒന്നും ചിലപ്പം കണ്ടെന്ന് വരത്തില്ല. അതതിൻ്റെ ബ്രേക്കിൻ്റെ ബൂസ്റ്റർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഈ ടയറിനോട് ചേർന്നൊരു ചെണ്ട പോലത്തെ സാധനം ഉണ്ടല്ലോ, ഞാൻ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞാണ്. അത് അഴിച്ചു കഴിയുമ്പോൾ അതിനകത്ത് സ്പ്രിങ് ആണ്. ആ സ്പ്രിങ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും. ആ സ്പ്രിങ്ങിലാണ് യഥാർത്ഥത്തിൽ ഹാൻഡ് ബ്രേക്കിൻ്റെ വർക്കിങ്. അപ്പോൾ ആ സ്പ്രിങ്ങിൻ്റെ ടെമ്പറൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ഈ സംഭവം അത് ഉരുണ്ട് പോരാൻ സാധ്യതയുണ്ട്. അതിപ്പം അതൊരു ശരിയായ രീതിയല്ല. അങ്ങനെ നമ്മൾ വണ്ടി ലോഡും പുറത്തൊക്കെ ഇറക്കത്തെ പാർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും ഗിയറിലും കൂടെ ഫസ്റ്റ് ഗിയറിലോ അല്ലെങ്കിൽ റിവേഴ്സ് ഗിയറിലോ ഇടുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു രീതി. അല്ലെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ബ്രേക്ക് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ? അതെ. ബ്രേക്ക് സെറ്റിങ്ങിലൊക്കെ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ ഇതുപോലെ ഇറങ്ങി വരാം. എന്നാലും എത്ര സെറ്റ് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മള് അല്ലേ ഗിയറിലും കൂടെ അത് സേഫ് അല്ലത്. അത് ഒരു സേഫ് എന്ന് പറയാൻ പറ്റത്തില്ല. ഗുഡ്സ് വണ്ടിക്ക് സേഫ് അല്ലത്. ലൈറ്റ് മോട്ടോർ വെഹിക്കിളിന്റെ കാര്യമല്ല പറയുന്നത്, കാറുകളുടെ സെഗ്മെന്റിൽപ്പെട്ട വണ്ടികളുടെ കാര്യമല്ല പറയുന്നത്. ഗുഡ്സ് വണ്ടി 15 ടൺ എന്ന് പറയുമ്പോൾ നല്ല ലോഡാണല്ലോ. അപ്പോൾ ഇറക്കത്തിന്റെ വെയിറ്റ് കൂടെ വരുമ്പോഴത്തേന് ആ ഒരു ലോഡും കൂടെ താങ്ങണ്ടേ? വണ്ടിയുടെ വെയിറ്റ് ലോഡിന്റെ വെയിറ്റ് മൊത്തത്തിലുള്ള വെയിറ്റ്. അപ്പോൾ അതിന്റെ മറുപടി അങ്ങനെയാണ്. നമ്മുടെ അനുഭവങ്ങളാണ് കേട്ടോ കാര്യങ്ങളായിട്ട് പറയുന്നത്. അപ്പോൾ ഓക്കെ, അപ്പം അടുത്ത കമന്റ് വായിക്കാം. അടുത്ത ചോദ്യം റെഡ് ലൈൻ, എങ്ങനെയാണ് പേര് റെഡ് ലൈൻ? അപ്പോൾ പുള്ളിക്കാരൻ എഴുതിയിരിക്കുന്നത് ആളുകളെ ഫൂളാക്കരുത്, ഇത്രയും വലിയ വണ്ടി ആ നാരങ്ങയിൽ അടവെച്ച് നിന്നു എന്ന് നീ വല്ല പൊട്ടന്മാരോടും പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു നമ്മള് നാരങ്ങ വെച്ച് കയറ്റത്തുകളെ ഫൂളാക്കരുത്, ഇത്രയും വലിയ വണ്ടി ആ നാരങ്ങയിൽ അടവെച്ച് നിന്നു എന്ന് നീ വല്ല പൊട്ടന്മാരോടും പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു നമ്മള് നാരങ്ങ വെച്ച് കയറ്റത്ത് എടുക്കുന്ന വീഡിയോ ചെയ്തിരുന്നു. അതിന്റെ കമന്റ് സെക്ഷനിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ റെഡ് ലൈൻ എന്ന് പറയുന്ന ആളാണ്
റെഡ് ലൈൻ എന്നാണ് ചാനലിന്റെ പേര്. ആളുകളെ ഫൂൾ ആക്കരുത്, ഇത്രയും വലിയ വണ്ടി ആ നാരങ്ങയിൽ അട വെച്ച് നിന്നു എന്ന് നീ വല്ല പൊട്ടന്മാരോടും പറഞ്ഞാൽ മതി. അങ്ങനെയാണ് കമന്റ് എഴുതിയിരിക്കുന്നത്. ആ ചേട്ടൻ ആ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടില്ല, അതാണ് അതിന്റെ അർത്ഥം. നമ്മള് നാരങ്ങയിൽ അട വെച്ചൊന്നും എടുത്ത് അതിനകത്ത് വീഡിയോയിൽ പറയുന്നുമില്ല, അവിടെ എഴുതിയിട്ടുമില്ല. പുള്ളി വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടിട്ടില്ല. നാരങ്ങ വെച്ചതിന്റെ ഒരു കയറ്റത്ത് ഒരു വണ്ടിയുടെ പുറകെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വണ്ടി നിർത്തിയിട്ട് ആ ടയറിന്റെ പുറയിൽ നാരങ്ങ വെച്ചിട്ട് വണ്ടി കുറച്ചുപോലും പുറകോട്ട് വരാത്ത രീതിയിൽ എടുക്കുന്ന ഒരു സംഭവം നമ്മൾ കാണിച്ചത്. അത് അറിയത്തില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ക്ലച്ച് കുറച്ചുപോലും പൂർണ്ണ ഇറങ്ങി പുറകോട്ട് പോരാത്ത രീതിയിൽ വണ്ടി എങ്ങനെ എടുക്കാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ വിശദീകരിച്ച് കൊടുത്തത്. പക്ഷെ പുള്ളി ആ വീഡിയോ കണ്ടിട്ടില്ല. നമ്മളതിനകത്തൊരിക്കലും പറഞ്ഞിട്ടില്ല. നാരങ്ങ അട വെക്കുന്ന നല്ല സംഭവം. പുള്ളി വീഡിയോ വന്നെങ്കിൽ പൂർണ്ണമായിട്ട് വീഡിയോ കണ്ടുവെച്ച് കമന്റ് ഇടുക. ചേട്ടൻ ആ വീഡിയോ കൃത്യമായിട്ട് കാണുക ലാസ്റ്റ് വരെ. കറക്റ്റ് കാര്യമല്ല, നമ്മൾ ഒരിക്കലും അങ്ങനെ അട വെച്ച് ആ നാരങ്ങയിൽ നിന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ അങ്ങനെ അത് ലോജിക്കില്ല, അങ്ങനെ ഒരിക്കലും വരത്തില്ലല്ലോ. ഓക്കെ ഓക്കെ. അപ്പോ അടുത്ത ചോദ്യം KL40, അതായത് KL40 മല്ലു, അങ്ങനെയാണ് നെയിമിനകത്ത് വന്നിരിക്കുന്നത്. ചോദിച്ചിരിക്കുന്നത് ഇങ്ങനെയാ: ഇങ്ങനെയുള്ള പരസ്യം കണ്ടു പോകരുത്. ഡ്രൈവർമാർ ഈ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ജോലിയുടെ റിസ്ക് അനുസരിച്ചുള്ള കൂലി കിട്ടുന്നില്ല. ബാറ്റ കുറവായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായിപ്പായിരിക്കും. അത് നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് നമുക്ക് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് വന്നായിരുന്നു. അത് യഥാർത്ഥത്തിൽ ആ പോസ്റ്റ് ഇടാൻ കാരണം നമുക്ക് വന്നൊരു എൻക്വയറിയാണ്. ഡ്രൈവർമാരുണ്ടോ, ഹെവി ഡ്രൈവർമാരുണ്ടോയെന്ന് നമ്മുടെ ചാനലിൽ അവർ ചോദിച്ചായിരുന്നു. വാട്സപ്പിൽ കോൾ വിളിച്ച് ചോദിച്ചായിരുന്നു. 12 വീല് ഓടിക്കാൻ അറിയാവുന്ന ഡ്രൈവർമാരുണ്ടെങ്കിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഞാൻ അവരുടെ നമ്പർ സഹിതമാണ് കൊടുത്തത്. ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ എന്നുള്ള രീതിയിൽ ആ വേക്കൻസി ഉള്ളിടത്ത് നമ്പർ സഹിതമാണ് കൊടുത്തത്. അപ്പോൾ നമ്മളിങ്ങനെ നമ്പർ അടുത്തുനിന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഞാൻ നേരിട്ട് പോവുകയല്ലോ ചെയ്യുന്നത്. നമ്മൾ വിളിച്ച് ചോദിച്ചിട്ട് എന്താ ചെയ്യുന്നത്? നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പോയാൽ മതി. നമ്മൾ വിളിച്ച് ചോദിച്ച് സംസാരിക്കുക. ബാറ്റ ഉണ്ടോ, ഓട്ടം എങ്ങനെയാണ്, എത്ര കിലോമീറ്റർ ഓടണം, വണ്ടിയുടെ കണ്ടീഷൻ എങ്ങനെയുണ്ട്, ഇതെല്ലാം അറിഞ്ഞിട്ടില്ല നമ്മൾ ജോലിക്ക് പോകുന്നത്. ചേട്ടൻ പറഞ്ഞിരിക്കുന്നത്, ചേട്ടൻ തുടക്കത്തിൽ അങ്ങനെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള പരസ്യം കണ്ട് പോകരുത്. ഡ്രൈവർമാർ ഈ നാട്ടിൽ ഇല്ലാത്തത് കൊണ്ടല്ല, അവർക്ക് ജോലിയുടെ റിസ്ക് അനുസരിച്ചുള്ള കൂലി കിട്ടുന്നില്ല, ബാറ്റ കുറവായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉടായിപ്പാകും. ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ നമ്പറിൽ വിളിച്ചു ചോദിക്കുന്നത്. ഇപ്പോ ഡ്രൈവിംഗ് വേക്കൻസി എന്നല്ല, ഏത് ജോലിയാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും നമ്മൾ ആദ്യം നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനിൽ നിന്ന് അത് സത്യമാണോ അല്ല ശരിയാണോ എന്നുള്ളത് അന്വേഷിക്കണം. ഇതിനകത്ത് നമ്മൾ കൃത്യമായിട്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ വിളിച്ച് അന്വേഷിക്കുക, അത് എന്താ ലോഡ് കൊണ്ടുപോകുന്നത്, എത്ര ബാറ്റായുണ്ട്, ഇതിനകത്ത് ചേട്ടൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ കൂലി കുറവാണോ ഇല്ലയോ എന്നെല്ലാം നമുക്ക് അറിയാൻ പറ്റും. നമ്മളെ നമ്പർ വിളിച്ചു ചോദിച്ചാൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അങ്ങനെ അന്വേഷിച്ചിട്ട് നിങ്ങൾ പോവാം. അത് ആർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. പണിയില്ലാതെ ഒരുപാട് ആൾക്കാർ കമന്റ് ചോദിച്ചിട്ടുണ്ട്, ചേട്ടാ വണ്ടിയെ വേക്കൻസി ഉണ്ടോ, ലൈസൻസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അതെ, എല്ലാരും ഇപ്പം ഒത്തിരി നല്ല ശമ്പളവും നല്ല ജോലിയും മാത്രം, നല്ല ഓട്ടങ്ങൾ മാത്രം നോക്കി നിൽക്കുന്നവര് മാത്രമല്ല ഉള്ളത്. വളരെ സാധാരണക്കാർ എന്തെങ്കിലും ഒരു ഓട്ടം മതി എന്നുള്ളവരും ഉണ്ട്. അപ്പൊ നമ്മള് ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരം ആയിക്കോട്ടെ. ഒന്നാമത് നമ്മുടെ നാട്ടിലെ ഓട്ടങ്ങൾ കുറവാണ്. ഈ പൊതുവെ കൺസ്ട്രക്ഷൻ മേഖല എല്ലാം താഴോട്ടാണല്ലോ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. അപ്പൊ എന്തെങ്കിലും ഓട്ടം മതി എന്ന് പറഞ്ഞാൽ എത്രയോ ആൾക്കാരുണ്ട്. പിന്നെ അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉപകാരമുള്ളവർ ഉപകാരപ്പെടുന്നെങ്കിൽ. പിന്നെ അടുത്ത കമന്റ് ചോദിച്ചിരിക്കുന്നത് ആൻഷൽ എന്നാണ് പേര്. ബ്രേക്ക് ചവിട്ടുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യണം എന്ന് പറയുന്നത് ശരിയാണോ? ബ്രേക്ക് ചവിട്ടുമ്പോൾ ഗിയർ ഡൗൺ ചെയ്യണം എന്ന് പറയുന്നത് ശരിയാണോ? അതിന്റെ മറുപടി, ബ്രേക്ക് നമ്മൾ ചവിട്ടുമ്പോ നമ്മള് ബ്രേക്ക് ചവിട്ടുന്ന ആപ്ലിക്കേഷൻ പല ആപ്ലിക്കേഷനാണ് അല്ലെ. വഴി അനുസരിച്ച് സഡൻ ബ്രേക്ക് ഉണ്ട്. പല പല സിറ്റുവേഷൻ നിർത്താൻ വേണ്ടിയുള്ള സാവധാനമുള്ള, അകലെ ഒരാളെ കാണുവാണ് അല്ലെങ്കിൽ അകലെ ഒരു സ്ഥലത്ത് നമുക്ക് നിർത്തണം, ആ ഒരു ബ്രേക്കിംഗ് വേറെ. നമ്മളിപ്പോ വണ്ടിയെ പോവാ, ദൂരെ ഒരാളെ കണ്ടു, നമ്മളെ അറിയുന്ന ആളാന്ന് മനസ്സിലായി, അല്ലെ പുള്ളി കൈ കാണിച്ചു, നമുക്ക് ആളുടെ അടുത്ത് നിർത്തണം. അപ്പൊ നമുക്കറിയാം അവിടെ നിർത്തണം എന്നുള്ളത്. അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ട് ബ്രേക്ക് പതുക്കെ സ്ലോലി ചവിട്ടി ഓരോ ഗിയർ ഡൗൺ ചെയ്ത് നമുക്ക് അവിടെ നിർത്താൻ പറ്റും. അതേസമയം നമ്മളിങ്ങനെ പോകുന്ന വഴിക്ക് പെട്ടെന്നൊരു പാമ്പോ അല്ലെങ്കിൽ ഒരു ആളോ എന്തെങ്കിലും ചാടി വണ്ടിയുടെ ഫ്രണ്ടിൽ, അന്നേരം ഗിയർ ഡൗണിങ് ഒന്നും ആലോചിക്കുന്നില്ല. അന്നേരം വേറെ ഒന്നുമല്ല, നമ്മൾ ആദ്യം ബ്രേക്ക് ചവിട്ടത്തേ ഉള്ളൂ. അതാണ് അന്നേരം മുന്നും പിന്നെ ഒന്നും ശ്രദ്ധിക്കത്തില്ല. ബ്രേക്ക് ചവിട്ടും പുറകെ വരുന്ന വണ്ടിക്കാർ ചിലപ്പം കയറും. അങ്ങനെയാണ് ഓരോ അല്ലെ, ഓരോ അപകടം പുറകെ വന്ന് കയറുന്ന അപകടമൊക്കെ ഉണ്ടാകുന്നത് അങ്ങനെയാണ്.
അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് സിറ്റുവേഷൻ അനുസരിച്ച് അത് എന്തായാലും വരത്തുള്ളൂ. ആദ്യം നമ്മള് സിറ്റുവേഷൻ അനുസരിച്ച് ഞാനിപ്പോ പറഞ്ഞ പോലെ നമുക്ക് പെട്ടെന്ന് നിർത്തേണ്ട അവസ്ഥ വന്ന അല്ലെ സിറ്റുവേഷൻ വന്ന ആദ്യം നമ്മൾ ബ്രേക്ക് തന്നെ ചവിട്ടണം. അങ്ങനെ നമ്മൾ വരത്തുള്ളൂ. നമ്മൾ മുൻകൂട്ടി കണ്ട അവിടെ നിർത്തണം, അത്ര അവിടെ നിന്ന് ഒരാൾ കയറാറുണ്ട്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് പതിയെ അപ്ലൈ ചെയ്ത് ഗിയർ ഓരോന്ന് ഡൗൺ ചെയ്ത് കൃത്യം സിറ്റുവേഷൻ അനുസരിച്ചാണ് അതൊക്കെ മാറ്റം വരുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയില്ല, അപ്പൊ അതില് വ്യത്യാസങ്ങൾ വരും. അതെ അതെ, അപ്പൊ അത് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ അടുത്ത ചോദ്യം, സോനു എന്നാണ് പേര്. ചോദ്യം ഇതാണ്, ചേട്ടാ ഹെവി ലൈസൻസ് ഉള്ള ഒരാൾ നല്ല എക്സ്പീരിയൻസ് ആവാൻ എടുക്കേണ്ട നെക്സ്റ്റ് ഓപ്ഷൻ എന്താ? ലൈസൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ആരും വണ്ടി കൊടുക്കില്ലല്ലോ. ഒന്നുകൂടെ വായിക്കാം. മനസ്സിലായി, ചോദ്യം മനസ്സിലായി. അടിപൊളി ചോദ്യമാണ്. നല്ല വളരെ നല്ല ചോദ്യം. എല്ലാവരും നമ്മളൊക്കെ ഈ ഒരു മേഖല കഴിഞ്ഞു വന്ന ആ ഒരു ചോദ്യം. അതെ അതെ, നമ്മളും ഇങ്ങനെ തന്നെ ഇതേ ഒരു സിറ്റുവേഷൻ ഒക്കെ അല്ലേ. ഹെവി ലൈസൻസ് എടുത്തെന്ന് പറഞ്ഞാൽ ഒരുത്തരും നാളെ പണി കിട്ടത്തില്ല. ലൈസൻസ് ഉണ്ട്, പക്ഷെ നമുക്ക് ഓടിച്ച് പരിചയമില്ലെങ്കിൽ ഒരുത്തരും ഒരു വണ്ടി ഒരു ബസ് നാളെ ഓടിക്കാൻ തരുമോ? ഇല്ല. ലൈസൻസ് ഉണ്ടോ മോനെ എനിക്ക് അതുകൊണ്ട് കേട്ടാ ഈ ബസ് ഓടിച്ചോ? അങ്ങനെ ഒരിക്കലും പറയത്തില്ല. ഈ ലോറി ഓടിച്ചോ ആരും പറയത്തില്ല. ഇത്ര ലക്ഷം രൂപ കൊടുത്തിട്ടേക്കുന്ന മുതല് അവർക്ക് അതിൽ ജോലി കൊടുക്കണമെങ്കിൽ സാധാരണ ഒരു പണി പോലെ അല്ല ഡ്രൈവിംഗ് പണി. ആ ജോലി കൊടുക്കുന്ന ആ വണ്ടിയുടെ ഉടമസ്ഥൻ ഇവന്റെ ഹിസ്റ്ററി മൊത്തം ചെയ്യും. എങ്ങനെയുള്ള വണ്ടി ഓടിക്കാൻ മുൻപരിചയം ഉണ്ടോ എന്നുള്ളതെല്ലാം അന്വേഷിച്ചിട്ട് മാത്രമേ ജോലി കൊടുക്കത്തുള്ളൂ. ഏത് കമ്പനിയിലാ ജോലി ചെയ്തേ അല്ലെങ്കിൽ എവിടെയാ വണ്ടി ഓടിച്ചിരുന്നേ എന്നൊരു ചോദ്യമുണ്ട്. മുൻപത്തെ എക്സ്പീരിയൻസ് എല്ലാം അന്വേഷിക്കും. അപ്പൊ അതിനായിട്ട് ചെയ്യേണ്ട എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് ലൈസൻസ് ഉണ്ട് എന്നുള്ള ഒരു, നമ്മളിപ്പോ ലൈസൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ലൈസൻസ് ഉണ്ട് ഹെവിയുടെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആവാൻ വേണ്ടിയിട്ട് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡ്രൈവറുടെ കൂടെ നമ്മൾ പോവുക. തീർച്ചയായിട്ടും പോവുക. എക്സ്പീരിയൻസ് ഉള്ള അതൊരു ടാസ്ക് ആണ്. അതൊന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കുക. നിങ്ങളുടെ നാട്ടിലുണ്ടെന്ന് നിങ്ങൾ അന്വേഷിച്ചാൽ മതി. അന്വേഷിക്കുക. നമ്മൾ അങ്ങനെ പോകുമ്പോ നമ്മുടെ സാമ്പത്തിക ലാഭമോ അങ്ങനെയുള്ള മറ്റു കുറച്ച് അത് നോക്കിയിട്ട് കാര്യമില്ല. അത് നോക്കരുത്. ചിലപ്പം പോകുന്ന ഡ്രൈവർക്ക് ചിലപ്പം ചെലവൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് പോകുന്നതിന് ചെലവുകളുണ്ട്. അതൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ നോക്കേണ്ടതായിട്ട് തന്നെ വരും. ഞാനൊക്കെ പോലെ ഒരുപാട് പോയിട്ടാണ്. നമുക്ക് നമ്മുടെ നാട്ടിലൊന്നും ആദ്യം ലൈസൻസ് എന്ന് പറഞ്ഞാൽ ആരും വണ്ടിയെ പണി തരത്തില്ല. ഒന്നാമത് ഈ സാധനം കൊണ്ട് ലൈസൻസ് ഉണ്ട് പുതിയതായിട്ടൊരു പയ്യനാണ്. അവന് കയറി ഇത് എവിടെയെങ്കിലും കൊണ്ട് ഇടിപ്പിച്ച് കഴിഞ്ഞാൽ ആലോചിച്ചേക്ക് ഇത് ആര് ഉത്തരവാദിത്വം പറയും? ഒരു അപകടം ഉണ്ടാക്കിയാല് ഒരു ബസ് അല്ലെങ്കിൽ ഒരു ലോറി എന്ത് വണ്ടി ആയിക്കോട്ടെ ഓടിക്കാൻ കൊടുത്തിട്ട് ഇവൻ 4 പേർക്ക് ഇടിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി? കഥ എവിടെ പോയി? ശരിയല്ലേ? അപ്പൊ അതൊക്കെയാണ് അങ്ങനത്തെ കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നാട്ടിൽ തന്നെ, നിങ്ങളുടെ അടുത്തോ നിങ്ങളുടെ നാട്ടിന്റെ പരിസരത്തുള്ള ഒരു നല്ലൊരു ഡ്രൈവർ ചേട്ടനെ ഒരു സുഹൃത്തായിട്ട് കൂട്ടുക. ചേട്ടനോട് ഒന്ന് കാര്യം പറയുക, ചേട്ടാ ഞാനിവിടെ പോന്നോട്ടെ, കൂട്ടത്തിൽ പോന്നോട്ടെ, എന്നെ ഒന്ന് പരിചയപ്പെടുത്താവോ, ഒന്ന് പ്രാക്ടീസ് ചെയ്യിപ്പിക്കാവോ, എനിക്കിത് ഭയങ്കര ആഗ്രഹമാണെന്ന് എളിമയോടെ താഴ്മയോടെ സംസാരിക്കുക. എളിമയുള്ളിടത്ത് മാത്രമേ വിജയം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ വീട്ടിൽ ചുമ്മാ ലൈസൻസും വെച്ച് കയറിയിരുന്ന ആരും നമുക്ക് പണി വിളിച്ച് തരത്തില്ല. ലൈസൻസ് ഉണ്ടെന്നും പറഞ്ഞ് നമുക്ക് ഒരു കമ്പനി ചെല്ലാനും പറ്റില്ല. ചെല്ലാൻ പറ്റത്തില്ല. നമ്മുടെ സുഹൃത്ത് അതുപോലെ ലൈസൻസ് എടുത്ത് വെച്ചിട്ട് കമ്പനി വണ്ടി ഓടിക്കാൻ ചെന്നു. ഈ കമ്പി സിമെന്റിന്റെ ഈ കൺസ്ട്രക്ഷൻ മേഖലയിലെ ഇതില്ലേ കോൺക്രീറ്റിന്റെ കമ്പി കൊണ്ടുവന്ന വണ്ടിയായിരുന്നു. പുള്ളി ഏതാണ്ട് കയറ്റത്തെ കയറിയിട്ട് കമ്പിയായിട്ട് പുറകോട്ട് പോന്നു. പിറ്റേ ദിവസം പണി പോയി. 3 ദിവസം ഡ്യൂട്ടി ചെയ്തുള്ളൂ. അത് ആദ്യത്തെ 2 ദിവസം പുള്ളിക്ക് ഓട്ടം ഇല്ലായിരുന്നു. 3-ാമത്തെ ദിവസം ഓട്ടം കിട്ടിയപ്പം കമ്പിയായിട്ട് കയറി കളിയോടെ പോകും. ഈ ലോഡ് വണ്ടിയായിട്ട് പോയി വണ്ടി പുറകോട്ട് പോന്നു കഴിഞ്ഞാലേ അത് പോയി എന്തോ മധുര എന്തോ ഇടിച്ച് നിന്ന് അങ്ങനെ അപകടമൊക്കെ ഒഴിവായി. പക്ഷേ അതൊക്കെയാണ് അതിനകത്തെ കാര്യങ്ങൾ. അപ്പം പ്രാക്ടീസ് വേണം. പ്രാക്ടീസ് ഇല്ലാതെ ഒരു കളി നടക്കില്ല കേട്ടോ. പ്രത്യേകിച്ച് ഹെവി വണ്ടി. ചെറുവണ്ടിയൊക്കെ നമുക്ക് പയ്യെ ഉരുട്ടിയൊക്കെ കൊണ്ടുപോകാം. ഹെവി വണ്ടിയിൽ പ്രാക്ടീസ് ഇല്ലാതെ ആരും ജോലി തരത്തില്ല. ഓക്കെ, നമ്മൾ ആദ്യമേ പ്രാക്ടീസ് ചെയ്യുക. ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പൊ ഇനി നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കുകയാണെങ്കിലും ഏതെങ്കിലുമൊക്കെ വീഡിയോയുടെ അടി കമന്റ് ഇട്ടു കേട്ടോ. ആരും ഒന്നും ഓർക്കരുത്. നമ്മള് കമന്റിന് മറുപടി തരാത്തെന്ന് പറഞ്ഞാൽ നമ്മുടെ സമയപരിമിതി, നമ്മുടെ ജോലി, നമുക്ക് ഒരു കുടുംബനാഥനാണ്. ഞങ്ങൾ രണ്ടുപേരും ഓരോ പണികളുള്ളവരാണ്. അപ്പോൾ ഇതിന് അതൊക്കെ നോക്കിയിരുന്ന് നമുക്ക് ഇതിൻ്റെ മറുപടി കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനായിട്ട് തന്നെ നമുക്ക് സമയം കണ്ടെത്തേണ്ടതായിട്ട് വരും. കുറേ നേരം ഫോണിൽ നോക്കിയിരിക്കുമ്പോൾ തലവേദന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ കമൻറ്റുകൾക്ക് മറുപടി തരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ നല്ല നല്ല കമൻറ്റുകളൊക്കെ എഴുതുക. പിന്നെ പലരും വീഡിയോ പൂർണ്ണമായിട്ട് കാണാതെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്. വിമർശനങ്ങൾ കുറവാണ്, വിമർശനങ്ങൾ വേണം കേട്ടോ. ഇതിന് 2 വശങ്ങളുണ്ടല്ലോ. സംശയങ്ങളൊക്കെ ചോദിക്കാൻ അറിയാമെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇല്ലാത്തത് നമ്മുടെ ഗുരുക്കന്മാരോട് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഓക്കെ.